അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത ഔദ്യോഗിക വിരുന്നിനിടെ വെടിവെപ്പ്. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ ശനിയാഴ്ച രാത്രി നടന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടയിലാണ് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. വെടിയൊച്ച കേട്ട ഉടൻ തന്നെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ ട്രംപിനെ വേദിയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. വെടിവെപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാധ്യമപ്രവർത്തകരും ലോകപ്രശസ്തരായ വിശിഷ്ടാതിഥികളും പങ്കെടുത്ത വർണ്ണാഭമായ വിരുന്നിനിടയിലാണ് പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ വെടിയൊച്ചകൾ കേട്ടത്. ഇതോടെ പരിപാടിയിൽ പങ്കെടുത്തവർ പരിഭ്രാന്തരായി ചിതറിയോടി. പലരും ഹാളിലെ മേശകൾക്ക് താഴെയാണ് അഭയം തേടിയത്. വെടിയൊച്ച കേട്ട നിമിഷം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തോക്കുകളുമായി വേദി വളയുകയും പ്രസിഡന്റിനെ വലയിലാക്കി ഹാളിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്തു. സംഭവം നടന്ന വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കനത്ത പോലീസ് നിരീക്ഷണത്തിലായി. ഹോട്ടലിന് മുകളിൽ ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറന്നു. സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുകയും ഹോട്ടലിലേക്കുള്ള വഴികളെല്ലാം അടയ്ക്കുകയും ചെയ്തു. തോക്കുകളേന്തിയ ടാക്ടിക്കൽ ടീമുകൾ പ്രസിഡന്റ് ഇരുന്ന വേദിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. തലനാരിഴയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടത്. വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇത്. വെടിയുതിർത്ത വ്യക്തിയെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന പ്രാഥമികമായ റിപ്പോർട്ടുകൾ. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആക്രമണത്തിന്റെ ലക്ഷ്യമോ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനാണെന്നും അദ്ദേഹത്തിന് പരിക്കുകളില്ലെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ വാഷിംഗ്ടണിലുണ്ടായ ഈ വെടിവെപ്പ് അതീവ ഗൗരവത്തോടെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിലെ ഉന്നതർ ഒത്തുചേർന്ന വേദിയിൽ ഇത്തരമൊരു സുരക്ഷാ വീഴ്ചയുണ്ടായത് വലിയ ആശങ്കയ്ക്കും ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ട്രംപിന് കൂടുതൽ സുരക്ഷയൊരുക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാനുമായുള്ള ചർച്ച നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇറാൻ കടുംപിടുത്തം തുടർന്നു. അതേസമയം ട്രംപും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളെ വിളിക്കാമെന്ന് പറയുകയും ചെയ്തു. എന്തായാലും പശ്ചിമേഷ്യ യുദ്ധകലുഷിതമായി തന്നെ തുടരുകയാണ്. ഇറാൻ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ട്രംപും വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വെടിവെപ്പ് സംഭവങ്ങൾക്കൊക്കെ തന്നെ പിന്നിൽ ഇറാനാണോ എന്ന കാര്യത്തിലൊക്കെ സംശയമുള്ളത്. എന്തായാലും പ്രസിഡന്റിന് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ശനിയാഴ്ചയായിരുന്നു സംഭവം നടന്നത്. എല്ലാവരും പങ്കെടുത്ത ഒരു വേദിയിലേക്കാണ് പെട്ടെന്ന് വെടിവെപ്പുണ്ടായത്. ഉടൻ തന്നെ എല്ലാവരെയും മാറ്റിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പലരും കസേരകൾക്കുള്ളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഒളിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ട്രംപിനെ അവിടെ നിന്ന് മാറ്റുകയും